आज हम महादेवी वर्मा की कविता पंथ होने दो अपरिचित पढ़ेंगे। हिंदी साहित्य के छायावादी कवियों में महादेवी वर्मा का महत्वपूर्ण स्थान है. ഹിന്ദി സാഹിത്യത്തിൽ ഛായാവാദി കവികളിൽ മഹാദേവി വർമ്മക്ക് ഒരു മഹത്വപൂർണമായ സ്ഥാനമാണ് ഉള്ളത്. ഛായാവാദി കവികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1 ജയശങ്കർ പ്രസാദ്, 2 സുമിത്രാനന്ദൻ പന്ത്, 3 സൂര്യകാന്ത് ത്രിപാഠി നിരാല, 4 മഹാദേവി വർമ്മ. ഇവർ 4 പേരെയാണ് ഛായാവാദി കവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ മഹാദേവി വർമ്മക്ക് ഒരു മഹത്വപൂർണമായ സ്ഥാനമാണ് ഉള്ളത്. വേ ആധുനിക മീര നാം സെ പ്രസിദ്ധ ഹെ. അവർ ആധുനിക മീര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിഹാർ, രശ്മി, നീരജ, സാന്ധ്യഗീത്, ദീപശിഖ, യാമ ആദി ഉൻകെ കാവ്യ സംഗ്രഹ് ഹെ. അവരുടെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് നിഹാർ, രശ്മി, നീരജ, സാന്ധ്യഗീത്, ദീപശിഖ, യാമ മുതലായവ. യാമ നാമക് കാവ്യ സംഗ്രഹ് पर उन्हें ഭാരതീയ ജ്ഞാൻപീഠ പുരസ്കാർ മിലാ ഹെ. അവർക്ക് യാമ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിന് ഭാരതീയ ജ്ഞാൻപീഠ പുരസ്കാർ ലഭിച്ചിട്ടുണ്ട്. വേ ഏക് രഹസ്യവാദി കവയിത്രി ബി ഹെ. അവർ ഒരു രഹസ്യവാദി കവയിത്രിയാണ്. ദുഃഖ് ഔർ വേദന ഉൻകെ കാവ്യോം കി മുഖ്യ പ്രവൃത്തിയാം ഹെ. ദുഃഖവും വേദനയും അവരുടെ രചനകളിൽ കാണുന്ന ഒരു പ്രവൃത്തിയാണ്. पंथ होने दो अपरिचित नामक कविता में कविता दीपशिखा से ली गई है. പന്ത് ഹോനേദോ അപരിചിത് എന്ന് നമുക്ക് പഠിക്കുവാനുള്ള കവിത ദീപശിഖ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. യ ദുഃഖ് കി ഗായിക മഹാദേവി വർമ്മ കി രഹസ്യവാദി കവിതാ ഹെ. ഇത് മഹാദേവി വർമ്മയുടെ ഒരു രഹസ്യവാദി കവിതയാണ്. എന്താണ് രഹസ്യവാദി എന്ന് പറഞ്ഞാൽ? ആത്മാ और പരമാത്മാ का സംബന്ധ് ഹി രഹസ്യവാദി ഹെ. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് രഹസ്യവാദി എന്ന് പറയുന്നത്. ആത്മാ ഹമേശ പരമാത്മാ സെ മിൽനെ കെ ലിയെ ലാലായത് രഹത്തി ഹെ. ആത്മാവ് എപ്പോഴും പരമാത്മാവിനോട് വിലയം പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. इसलिए आत्मा परमात्मा से मिलने के लिए साधना करती है. അതുകൊണ്ട് ആത്മാ പരമാത്മാവിൻ്റെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടി അവിടെ ചേരുവാൻ വേണ്ടി സാധന ചെയ്തുകൊണ്ടിരിക്കും. സാധന എന്ന് പറഞ്ഞാൽ ഉപവാസം, വ്രതം, കഠിനവ്രതം എടുത്തുകൊണ്ടേയിരിക്കുന്നു. കഠിൻ തപസ്യ കർത്തി ഹെ. അങ്ങനെ കഠിൻ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആത്മാവ്. യഹാ കവിത്രി അജ്ഞാത ശക്തി കോ അപ്നാ പ്രിയതം മാൻതി ഹെ. യഹാ കവിത്രി അജ്ഞാത ശക്തിക്കോ അപ്നാ പ്രിയതം മാൻതി ഹെ. ഇവിടെ കവിത്രി അജ്ഞാതമായ അറിയാത്ത ഒരു ശക്തിയെയാണ് തൻ്റെ പ്രിയതമായി കാണുന്നു, പ്രിയതമായിട്ട് കരുതുന്നു. ഉസ് അജ്ഞാത പ്രിയതം സെ മിൽനെ കെ ലിയെ കഠിൻ മാർഗ് സ്വീകാർ കർണാ ചാഹത്തി ഹെ. ആ അജ്ഞാത പ്രിയതമിനുമായിട്ട് കാണുവാൻ വേണ്ടിയും ചേരുവാൻ വേണ്ടി കഠിനമായ മാർഗമാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആകെ കവിത ദേഖിയെ. പന്ത് ഹോനേദോ അപരിചിത്. പന്ത് എന്ന് പറഞ്ഞാൽ വഴി. അപരിചിത മാർഗ ഹെ. കവിയത്രിയുടെ മാർഗം എങ്ങനെയുള്ളതാണ്? അപരിചിതമായ മാർഗമാണ്. ഇനി കവിത നോക്കുക. പന്ത് ഹോനേദോ അപരിചിത് പ്രാൺ രഹിനേദോ അകേല ഘേർ ലേ ഛായ അമാബൻ ആജ് കഞ്ചൽ അശ്രുമേം झिलमिला ले यह गिरा घन. यहाँ कवित्री, इस कविता में कवित्री क्या कहती है? उस अज्ञात प्रियतम से मिलने के लिए पंथ पर चलने वाली पंथी के रूप में या साधना के मार्ग की साधिका के रूप में अपने को मानती है. ഇവിടെ കവിത്രി അജ്ഞാതമായ പ്രിയതമനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് വഴിയിലൂടെ നടക്കുന്നതായ ഒരു വഴിയാത്രക്കാരിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനയുടെ മാർഗത്തിലെ ഒരു സാധികയായിട്ട് ഉപാസികയായിട്ടാണ് ഉപാസന ചെയ്യുന്ന ഒരു ഉപാസികയായിട്ടാണ് കവിത്രി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, തന്നെ കാണുന്നത്. പന്ത് ഹോനേദോ അപരിചിത്. മേരെ ജീവൻ കാ പന്ത് അപരിചിത് ഹോനേദോ. എൻ്റെ ജീവിതത്തിലെ മാർഗം എങ്ങനെയാവട്ടെ? അപരിചിത മാർഗമാവട്ടെ. അവർ പ്രാൻ രഹിനേദോ അകേല.
മേരെ പ്രാൺ അക്കേലെ രഹിനേതോ, എൻ്റെ പ്രാണനെ അഥവാ എൻ്റെ ആഗ്രഹത്തെ, എൻ്റെ ജീവനെ എന്ത് ചെയ്യുക, അക്കേലെ രഹിനേതോ, ഒറ്റയ്ക്ക് വിടുക. അക്കേല എന്ന് പറഞ്ഞാൽ തനിച്ച്, ഒറ്റയ്ക്ക് വിടുക. തൂബി ചിന്താ കെ ബിന അവിചലിത് ഹോക്കർ മേൻ ചൽത്തി രഹൂങ്കി, അപ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാർഗം അപരിചിതമായിക്കൊള്ളട്ടെ, എൻ്റെ പ്രാണൻ ഒറ്റക്കായിക്കൊള്ളട്ടെ, എന്നാലും ഞാൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അപരിചിതമായ മാർഗത്തിലൂടെ മുന്നേറിക്കൊണ്ടേയിരിക്കും. പരിചിത മാർഗസെ ചലന ആസാൻ ഹേ, നമുക്ക് പരിചയമുള്ള ഒരു വഴിയിലൂടെ പോവുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. പക്ഷേ കവയിത്രി ആഗ്രഹിക്കുന്നത് എന്താ, അപരിചിതമായ മാർഗത്തിലൂടെ പോകാനാണ്, കഠിനമായ മാർഗത്തിലൂടെ പോകാനാണ് കവയിത്രി ആഗ്രഹിക്കുന്നത്. ലേക്കിൻ കവയിത്രി അഞ്ചാൻ അപരിചിത മാർഗ് സെ ജാനാ ചാഹത്തി ഹെ, കവയിത്രി എന്താഗ്രഹിക്കുന്നു, അപരിചിതമായ മാർഗത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അർത്ഥാത് കഠിൻ തപസ്യ കർത്തേ സമയ जीवन में आगे जाते समय कठिनाइयों को झेलना चाहती है, കഠിനായിയും का सामना करना चाहती है, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി, പ്രയാസങ്ങളെ സഹിക്കുവാൻ വേണ്ടിയാണ് കവയിത്രി ഇവിടെ ആഗ്രഹിക്കുന്നത്. घेरले छाया अमाबन, अमावास्या के रात की विशेषता क्या है, अमावस्या के रात में चारों ओर अंधकार, घनघोर अंधकार छा जाता है, 4 ഭാഗത്തും ഭയങ്കരമായ ഇരുട്ടായിരിക്കും അമാവാസ്യ രാത്രിയിൽ. अमावस्या की रात की तरह घनघोर अंधकार मुझे घेर ले, उसी प्रकार बादलों से घिरे आसमान, घिरना എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെടുക, ഘൻ എന്ന് പറഞ്ഞാൽ ബാദൽ, ബാദലോം സെ ഘിരെ ആസ്മാൻ സെ ബർസനെ വാലി ബർസാത്ത് കെ സമാൻ കഞ്ചൽ, കഞ്ചൽ എന്ന് പറഞ്ഞാൽ കാജൽ, കാജൽ ലഗി മേരി ആംഖോം സെ കാലി ആंसू बहने लगे तो भी मैं हार कर नहीं लौटूंगी, अर्थात जीवन की विपरीत परिस्थितियों में मैं आगे बढ़ती ही रहूंगी. ഇവിടെ കവിത്രി എന്ത് പറഞ്ഞിരിക്കുകയാണ്, അമാവാസ്യയുടെ രാത്രി, അപ്പോൾ ഭയങ്കരമായ കൂരിരുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൂരിരുട്ട് ചുറ്റപ്പെട്ട് കഴിഞ്ഞാലും, അതുപോലെ തന്നെ ബാദൽ കാർമേഘങ്ങൾ, കാർമേഘങ്ങളിൽ നിന്നും പെയ്യുന്നതായ വർഷിക്കുന്നതായ മഴ, അതുപോലെ കഠിനമായ മഴയുണ്ടായാലും പോലും എൻ്റെ കണ്ണുകളിൽ നിന്നും, കൺമഷിയിട്ട കണ്ണുകളിൽ നിന്നും കറുത്തതായ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയാലും, അങ്ങനെ ഭയങ്കര പരിതസ്ഥിതിയിലും ഞാൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ പരാജയപ്പെടാതെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, തിരിച്ചു വരികയേ ഇല്ല. അതായത് ജീവിതത്തിലെ വിപരീത പരിതസ്ഥിതിയിലും കവയിത്രി മുമ്പോട്ട് തന്നെയാണ് യാത്ര തുടരുക. അഗലി പങ്ക്തിയാം ദേഖിയം, और होंगे नयन सूखे तिल बुझे और पलग रूखे. यहाँ കവിത്രി क्या कहती है, നയൻ സൂഖേ ഹോങ്കി, സൂഖിന എന്ന് പറഞ്ഞാൽ ഉണങ്ങുക, വരണ്ടു പോവുക. നയൻ സൂഖേ ഹോങ്കി, കിസ്കെ നയൻ സൂഖേ ഹോങ്കി, ഔരോം കെ നയൻ ഔർ ഹോങ്കി, ഔരോം കെ നയൻ സൂഖേ ഹോങ്കി, മറ്റുള്ളവരുടെ കണ്ണുകൾ വറ്റി ഉണങ്ങിപ്പോകും. കിസ്കെ നയൻ സൂഖേ ഹോങ്കെ ഔരോം കെ നയൻ സൂഖേ ഹോങ്കെ, മറ്റുള്ളവരുടെ കണ്ണുകളാണ് വറ്റി ഉണങ്ങിപ്പോകുന്നത്, എൻ്റെ കണ്ണുകളല്ല. കൈസേ സൂഖേ ഹോങ്കെ, എങ്ങനെ വറ്റി ഉണങ്ങിപ്പോകുന്നു. മാർഗ് കി കഠിനായിയോം കോ ദേഖ് കർ കിസി ഔരോം കെ നയൻ സൂഖേ ഹോങ്കെ നിർജീവ് രഹ് ജായേങ്കെ, മേരെ നയൻ ഐസേ നഹീ ഹെ, മറ്റുള്ളവരുടെ കണ്ണുകളാണ് മാർഗത്തിലെ കഠിനായികൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ വറ്റി ഉണങ്ങിപ്പോകുന്നത്, നിർജീവമായി പോകുന്നത്. എൻ്റെ കണ്ണുകൾ അങ്ങനെയല്ല. മുജിമേം രോനെ അവർ കഷ്ട സഹിനേക്ക സാമർഥ്യ ഹെ, എൻ്റെ കണ്ണുകൾക്ക് പ്രയാസങ്ങൾ കണ്ട് സഹിക്കുവാനുള്ള കഴിവുണ്ട്, പ്രയാസങ്ങൾ തരണം ചെയ്യുവാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ കരയുവാനുമുള്ള കഴിവ് എൻ്റെ കണ്ണുകൾക്കുണ്ട്. മേരെ നയൻ ഹമേശ നമി രഹേങ്കെ, എൻ്റെ കണ്ണുകൾ എപ്പോഴും നമിയായി നനവുള്ളതായിരിക്കുകയും ചെയ്യും. തിൽ ബുझे और പലഗ് രൂഖേം, തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമണി, പുത്തലി എന്ന് ഹിന്ദി വാക്കാണ് പുത്തലി. ജിൻകി പുത്തലിയാം ബുझ ഗയി ഹെ ജിൻമേ ചേതന നഹി ഹെ
जिनकी आँखों में दुनिया को देखने की क्षमता नहीं है, ऐसी आँखें और पुतलियाँ दूसरों की है, മേരി नहीं है. തിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്. മറ്റുള്ളവരുടെ കണ്ണുകൾ എങ്ങനെയാണ്? അവരുടെ കണ്ണിലെ കൃഷ്ണമണികൾ ബുജ്ജിന എന്ന് പറഞ്ഞാൽ അണയുക, അതായത് ആ കൃഷ്ണമണി കൊണ്ട് കാണാൻ വേണ്ടി പറ്റാത്തതാണ്. ജിന്മേ ചേതന നഹി ഹെ, അതിൽ ചൈതന്യമില്ലാത്തതാണ്. ജിൻകി ആംഖോമേ ദുനിയാക്കോ ദേഖിനേക്ക് ക്ഷമത നഹി ഹെ, അവരുടെ കണ്ണുകൾക്ക് ദുനിയയെ കാണാനുള്ള, ലോകത്തെ കാണുവാനുള്ള കഴിവുമില്ലാത്ത, കാഴ്ചകൾ നഷ്ടപ്പെട്ട കണ്ണുകളാണ്. ഐസി ആംഖോം और ऐसी आँखें और पुतलियाँ मेरी नहीं है, दूसरों की पुतलियाँ ऐसी हैं. പലക് രൂഖെ, ദൂസരോം കെ പലക് എന്ന് പറഞ്ഞാൽ കൺപോള. ദൂസരോം കെ പലകേം രൂഖേ സൂഖ്യം, അവരുടെ മറ്റുള്ളവരുടെ കണ്ണിലെ കൺപോളകൾ വറ്റി ഉണങ്ങിയതാണ്. ഉന്മേ ആർദ്രത നഹീം ഹെ, അവരിൽ നനവ് എന്നതൊന്നില്ല. ലേക്കിൻ മേരെ പലകേം ഐസെ നഹീ ഹെ, മേരെ നയനോമേം ആർദ്രത ബച്ചി ഹെ, എൻ്റെ കൺപോളകൾ ഇങ്ങനെയുള്ളതല്ല, എൻ്റെ നയനങ്ങൾ ആർദ്രതമായിട്ടുള്ളതാണ്, ആർദ്രത ഇപ്പോഴും ബാക്കിയിരിക്കുന്നതാണ്. അർത്ഥാത് कठिनाइयों और दुखों को मैं चुपचाप आंसू बहाते हुए सहती रहूँगी. ഞാൻ എൻ്റെ കണ്ണുകളും കൊണ്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആസു ബഹാത്തെ ഹുവെ, കരഞ്ഞുകൊണ്ട്, കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും സഹിച്ചുകൊണ്ടിരിക്കും. എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ നേരിടും. മേരി ആംഖോമേ ആസൂഹെ ഔർ ആർദ്രതാഹെ, എൻ്റെ കണ്ണിൽ കണ്ണുനീരുമുണ്ട്, അതുപോലെ തന്നെ നനവും ഉള്ളത് ആണ്. ശത വിദ്യുതോമേ ദീപ് ഖേല. ശത വിദ്യുത്, ശത് എന്ന് പറഞ്ഞാൽ ശതം 100, ശത വിദ്യുതോമേ സത് 100, 100 കണക്കിന് ബിജലി ഉണ്ടായാലും, വിദ്യുത് എന്ന് പറഞ്ഞാൽ ബിജലി. സൈക്കടോം ബിജലി കെ ദീപോം കെ झिलमिलाने से मैं अंधकार से भरे हुए मार्ग पर प्रकाश फैलाऊंगी. ഞാൻ എന്തു ചെയ്യും? 100 കണക്കിന് ദീപങ്ങൾ കത്തിച്ചിട്ട് അതിനെ മിന്നിച്ചിട്ട് ഞാൻ അന്ധകാരത്തെ നിറഞ്ഞ ഈ ലോകം, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ എൻ്റെ മാർഗത്തെ ഞാൻ പ്രകാശപൂരിതമാക്കും, പ്രകാശം പരത്തും. अर्थात निराशा को दूर करके नई आशा की किरणें फैलाऊंगी. ഞാൻ എൻ്റെ മാർഗത്തിൽ നിരാശയെ ഇല്ലാതാക്കിയിട്ട് ആശയുടെ പുതിയ കിരണങ്ങൾ ഞാൻ പരത്തുകയും ചെയ്യും. अन्य होंगे चरण हारे और है जो लौटते दे शूल को संकल्प सारे. दूसरों के चरण, ചരൺ എന്ന് പറഞ്ഞാൽ കാല്, പാദങ്ങൾ. ഹാരെ, ഹാർന പരാജയപ്പെടുക. दूसरों के चरण मार्ग की कठिनाइयों को देखकर हार कर वापस जाने वाले होंगे. മറ്റുള്ളവരുടെ പാദങ്ങൾ മാർഗത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടിട്ട് പരാജയപ്പെട്ടിട്ട് തിരിച്ചു പോരുന്നത് ആണ്. ലേക്കിൻ മേരെ ചരൺ ഐസെ നഹി ഹെ, എൻ്റെ കാലുകൾ അങ്ങനെയല്ല. മേരെ ചരൺ കഭി ഭി കഠിനായിയോം കോ ദേഖ്കർ പരാജിത നഹി ഹോങ്കെ, എൻ്റെ കാലുകൾ കഠിനായികളെ കണ്ടിട്ട്, പ്രയാസങ്ങൾ കണ്ടിട്ട് പരാജയപ്പെടുന്നത് അല്ല. ലൗട്ട് കർ നഹി മായെങ്കി, അതുപോലെ തന്നെ തിരിച്ചു വരികയുമില്ല. സാമ്നെ ആനെ വാലി ശൂൽ ജയ്സി, ശൂൽ കോ ദേ ശൂൽ കോ സങ്കൽപ്പ് സാരെ എന്നൊരു വരിയിൽ എന്ത് പറയുകയാണ്? സാമ്നെ ആനെ വാലി ശൂൽ ജയ്സി ബാധാओं को दूर करके आगे बढ़ने का संकल्प मेरे चरणों ने ले लिया है. മുമ്പിൽ വന്നിരിക്കുന്നതായ ശൂലം പോലെയുള്ള തടസ്സങ്ങളെ എല്ലാം ദൂരെയാക്കിക്കൊണ്ട്, അതിനൊക്കെ മാർഗത്തിൽ വരുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ആകെ ബടിനേക്ക, മുമ്പോട്ട് പോകുവാനുള്ള യാത്ര, മുന്നോട്ട് തന്നെ പോകുവാനുള്ള സങ്കല്പം, ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ എടുത്തുകൊണ്ട് എൻ്റെ പാദങ്ങൾ മുന്നോട്ട് തന്നെ പോകും. എൻ്റെ പാദങ്ങൾ ഇങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ എടുത്തിരിക്കുകയാണ്. അടുത്ത വരി നോക്കുക. ദുഃഖവൃതി നിർമാൺ ഉന്മത് യ അമരത നാപ്പത്തെ പദ് ബാന്ദ് ദേങ്കെ അംഗ സംസ്കൃതി से तिमिरी में स्वर्ण बेड़ा. यहाँ कवित्री क्या कहती है? मैं दुख वृद्धि हूँ, मैं दुख का व्रत धारण करने वाली हूँ, मैं दुख वृद्धि हूँ. निर्माण उन्मद, निर्माण करना, क्या निर्माण
ती ഹേ മേം നിർമ്മാൺ കർണേ കെ ലിയെ ഉന്മദ് ഹും. ഉന്മദ് എന്ന് പറഞ്ഞാൽ മത്ത് പിടിച്ചത് ആണ്. ഞാൻ നിർമ്മാണം ചെയ്യുവാൻ വേണ്ടി, നിർമ്മിക്കുവാൻ വേണ്ടി എന്തു നിർമ്മിക്കുന്നു? ഇവിടെ കവിതകൾ നിർമ്മിക്കുന്നു, കവിതകൾ രചിക്കുന്നു. കവിതാവും के निर्माण करने के लिए, कविताएं रचने के लिए मैं उन्मद हूँ. मैं नए निर्माण करने के लिए उतावली हूँ. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ, കവിതകൾ എഴുതുവാൻ വേണ്ടി, രചനകൾ നടത്തുവാൻ വേണ്ടി ഉത്കണ്ഠയുള്ളതാണ്. ഉത്താവലി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയുള്ളത് ആണ്. मेरे पैरों की विशेषता क्या है? यह अमरता नापते पद. मेरे पद अमरता नापते. अमरता എന്ന് പറഞ്ഞാൽ അനശ്വരത, ഒരിക്കലും നശിക്കാത്തതായ സ്ഥിതി. അമരത നാപ്പത്തേഹിം मेरे पद अर्थात मैं अपने लक्ष्य की प्राप्ति के लिए आगे बढ़ते समय मेरे पद अमरता या अनश्वरता को नापते हैं. എൻ്റെ പാദങ്ങൾ അമരത, അനശ്വരതയാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലക്ഷ്യപ്രാപ്തി ഹോത്തെ സമയ അമരത്വ की प्राप्ति भी होती है. ലക്ഷ്യപ്രാപ്തി നേടുക എന്ന് പറയുമ്പോൾ അതായത് അമരത്വം നേടുകയെന്ന്, അമരത്വം കൈവരിക്കുകയാണ് ചെയ്യുക. मैंने जो गीत लिखे हैं, जो रचनाएं लिखी हैं, वह अनश्वरता की निशानी है. मेरी रचनाओं के ज़रिए अमरता को नाप सकते हैं. എൻ്റെ രചനയിലൂടെ അമരത്വം കൈവരിക്കാനും സാധിക്കും. മേരി രചനാവും കോ സബ് ലോഗ് യാദ് കരേങ്കെ. എൻ്റെ രചനകളെ എല്ലാ ആളുകളും, എല്ലാ ജനങ്ങളും ഓർക്കുകയും ചെയ്യും. അങ്ങനെ അമരത്വം കൈവരിക്കും. ബാന്ത് ദേങ്കെ അംഗ സംസ്കൃതി സേ തിമിരിമേ സ്വർണ്ണ ബേള. അങ്ക് എന്ന് പറഞ്ഞാൽ ഗോത്, മടിത്തട്ട്. अंक या गोद रूपी संसार में, संस्कृति എന്ന് പറഞ്ഞാൽ സംസാർ, ലോകം. അങ്കരൂപി സംസ്കൃതിമേം തിമിർ, തിമിർ എന്ന് പറഞ്ഞാൽ അന്ധകാർ. അന്ധകാർ ഇനി എന്തു ചെയ്യും? ഇരുട്ടിനെ എന്താക്കുകയാണ് ചെയ്യുക? अंक या गोद रूपी संसार में तिमिर या अंधकार रूपी कष्ट भरे हुए हैं. മടിത്തട്ട് ആകുന്ന ഈ ലോകത്തിൽ അന്ധകാരാണ്, കഷ്ടപ്പാടുകളാകുന്ന അന്ധകാരമാണ് വ്യാപിച്ചിരിക്കുന്നത്. മേ അന്ധകാർക്കു ദൂർ കർക്കെ സ്വർണ്ണബേള ബനായിരിക്കുമെങ്കിൽ, ഞാൻ ഈ അന്ധകാരത്തെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അവിടെ സ്വർണിമ രംഗ്, സ്വർണ്ണ നിറം പരത്തും. മേ ചാരോമോർ പ്രകാശ് ഫൈലാവുങ്കി, ഞാൻ എല്ലായിടത്തും പ്രകാശം ചൊരിയും. മേ സംസാർക്കെ കഷ്ടവും കോ ദൂർ കർക്കെ സുഖ ഔർ ശാന്തി ഫൈലാവുങ്കി, ഞാൻ എൻ്റെ രചനകളിലൂടെ ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ കഷ്ടം ഇല്ലാതാക്കിയിട്ട്, ദുഃഖം ഇല്ലാതാക്കിയിട്ട് സുഖവും ശാന്തിയും പരത്തും. അർത്ഥാത് मैं अपनी कविताओं के द्वारा अज्ञान रूपी अंधकार को मिटाकर ज्ञान का प्रकाश फैलाऊंगी. ഇതിലൂടെ വേറൊരു അർത്ഥവും കൂടിയുണ്ട്. അതായത് ഞാൻ എൻ്റെ രചനകളിലൂടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കിയിട്ട് ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തും. അടുത്ത വരി നോക്കുക. दूसरी होगी कहानी शून्य में जिसके मिटे स्वर धूलि में खोई निशानी. दूसरी होगी कहानी, दूसरों की कहानी ऐसी होगी जिनके स्वर शून्य में मिटे या അനന്ത ആകാശമേ മിട്ട് ജായെങ്കിൽ. മറ്റുള്ളവരുടെ സ്വരം എങ്ങനെയാണ്? മറ്റുള്ളവരുടെ കഥ, അതായത് മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ സ്വരം, മറ്റുള്ളവരുടെ കഹാനിയുടെ സ്വരം എന്താകുന്നു? അനന്തതയിൽ, ആകാശത്തെ, ശൂന്യതയിലേക്ക് അത് നശിച്ചു പോകുന്നതാണ്. മിട്ടിന എന്ന് പറഞ്ഞാൽ നശിക്കുക. लोगों पर कोई असर नहीं पड़ेंगे. ജനങ്ങളിൽ അതിൻ്റെ ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല. അസർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ്. ധൂളി മേ ഖോയി നിശാനി, ഉൻകി നിശാനി ധൂളി മേ ഖോ ജായെങ്കി. ധൂളി മേ ഖോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, ഇല്ലാതെയാവുക. ദൂസരോം കി ബാത്തേം शून्य में गायब हो जाएगी, लेकिन मेरी कहानी, मेरी बातें ऐसी नहीं है. मेरी बातों का और मेरे स्वरों का असर दूसरों पर पड़ता है. എൻ്റെ കാര്യങ്ങളും എൻ്റെ സ്വരവും മറ്റുള്ളവരിൽ സ്വാധീനം ഉണ്ടാക്കുന്നതാണ്. മേരി ജിന്ദഗി കി നിശാനി, മേരി കവിതാവും കി നിശാനി യാ മേരെ നാം കി നിശാനി ഹമേശ ഇസ് ഭൂമി പർ പടേ രഹേങ്കി, കഹീം നഹിം ഖോ ജായെങ്കി.
ഹമേശ ലോഗ് യാദ് കരേങ്കെ. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അടയാളങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ കവിതകളും എൻ്റെ പേരും എല്ലാം തന്നെ ഈ ഭൂമിയിൽ എന്നും നിലനിൽക്കും. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. ജനങ്ങൾ എൻ്റെ കവിതകൾ എന്നെന്നും ഓർക്കും. അടുത്ത വരി നോക്കുക. ആജ് ജിസ് പർ പ്രളയ വിസ്മിത് മേ ലഗാതി ചൽ രഹി നിത്. മേ നിത്, നിത് എന്ന് പറഞ്ഞാൽ ഹമേശ, എപ്പോഴും. മേം നിത് യാ ഹമേശ അപ്നി നിശാനി ലഗാക്കർ ചൽ രഹിഹും. ഞാൻ എൻ്റെ അടയാളപ്പെടുത്തുകൾ പതിപ്പിച്ചുകൊണ്ടാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. ആജ് ജിസ് പർ പ്രളയ വിസ്മിത്. ആജ് ഇസ് പർ വിനാശകാരി പ്രളയ ഭി വിസ്മിത് ഹോക്കർ. വിസ്മിത് ഹോന എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക. വിസ്മിത് ഹോക്കർ യാ ചകിത് ഹോക്കർ രഹ് ജാത്താ ഹെ. എൻ്റെ ഈ കവിതകൾ കണ്ടിട്ട്, എൻ്റെ രചനകൾ കണ്ടിട്ട്, എൻ്റെ അടയാളപ്പെടുത്തുകൾ കണ്ടിട്ട് ഈ വിനാശകാരിയായ പ്രളയം പോലും ആശ്ചര്യപ്പെട്ടു പോകുന്നു. മേരി നിശാനി മേരി കവിതായം ഹേ. എൻ്റെ അടയാളപ്പെടുത്തുകൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കവിതകൾ ആണ്. मोतियों की हाट और चिंगारियों का एक मेला. मेरी निशानियाँ अर्थात मेरी कविताएं मोतियों की हाट जैसी हैं. അതായത് മോത്തിയോം കി ഹാട്ട് എന്ന് പറഞ്ഞാൽ മുത്തുകളുടെ ഒരു ബാസാർ. അതായത് ജോ പാഠകോം കെ ഹൃദയമേം സുഖ് പ്രദാൻ കർണേ വാലി ഹേ യാ പ്രഭാവശാലി ഹേ. അതായത് എൻ്റെ കവിതകൾ വായനക്കാരുടെ മനസ്സിലേക്ക് സുഖവും സന്തോഷവും നൽകുന്നതാണ്, ഇഫക്റ്റീവാണ്. പ്രഭാവശാലി എന്ന് പറഞ്ഞാൽ സ്വാധീനം ഉണ്ടാക്കുന്നത്, ഇഫക്റ്റീവായിട്ടുള്ള രചനകൾ ആണ് എൻ്റെ കവിതകൾ. ചിൻകാരിയോം കാ ഏക് മേള. മേരി കവിതായേം ചിൻകാരിയോം കെ സമാൻ. ചിൻകാരി എന്ന് പറഞ്ഞാൽ തീക്കനൽ, തീക്കട്ട പോലെ. ഉത്സാഹ് ഔർ ഓജ് പൈദാ കർണേ വാലി ഹേ. എൻ്റെ കവിതകൾ തീക്കനൽ പോലെ ഉത്സാഹവും ഓജസ്സും ഉണ്ടാക്കുന്നതാണ്. അർത്ഥാത് വാസ്തവമേ കവിതായേം ചിൻകാരിയോം കാ ഏക് മേള ബനാത്തി ഹേ. വാസ്തവത്തിൽ എൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ രചനകൾ എന്ന് പറഞ്ഞാൽ ചിൻകാരിയുടെ, തീപ്പൊരിയുടെ, ഉത്സാഹത്തിൻ്റെയും ഓജസ്സിൻ്റെയും നിറഞ്ഞതായ തീപ്പൊരിയുടെ ഒരു മേള തന്നെ, ഒരു ഉത്സവം തന്നെ ഉണ്ടാക്കുന്നതാണ്. പ്രളയ ഭി മേരി കവിതാओं की निशानी को या मेरी कविताओं के प्रभाव को बर्बाद नहीं कर सकता. പ്രളയത്തിന് പോലും എൻ്റെ കവിതകളുടെ, അല്ലെ എൻ്റെ രചനകളുടെ, എൻ്റെ അടയാളപ്പെടുത്തലുകളെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റുന്നത് അല്ല. അടുത്ത വരി. ഹാസ്ക മധു ദൂത് ഭേജോ രോഷി കി ഭ്രൂ ഭംഗിമ പദജാറുകോ ചാഹേ സഹേ ജോ. മധു, മധു എന്ന് പറഞ്ഞാൽ മധുമാസം. മധുമാസം എന്ന് പറഞ്ഞാൽ എന്താ? വസന്തകാലം. വസന്തകാൽ യാ മധുമാസ് മേം പ്രകൃതി കാ സൗന്ദര്യ ബഡ് ജാതാ ഹെ. പ്രകൃതി ഏറ്റവും മനോഹരമായിരിക്കുന്ന സമയമാണ് വസന്തകാൽ. വസന്ത ഋതു ഹാസ് യാ ആനന്ദ് കാ സമയ ഹെ. ഹാസ് എന്ന് പറഞ്ഞാൽ ഹസി, ചിരിയുടെ, ആനന്ദത്തിൻ്റെയും സമയമാണ് വസന്തകാലം. യാ പ്രേം കാ സമയ ഹെ ബഹൂത്ത് ആകർഷക. സ്നേഹത്തിൻ്റെ സമയമാണ്. അത് പ്രകൃതിയിൽ തന്നെ ഈ വസന്തകാലം എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. കവയിത്രി യഹം ക്യാ ബതാത്തി ഹേ. कवित्री अज्ञात प्रियतम से कहती है कि यदि तुम ऐसे वसंत काल में ആനന്ദ് കാ ദൂത് ബേജോ. ദൂത് എന്ന് പറഞ്ഞാൽ ദൂതൻ, മെസ്സഞ്ചറിനെ അയച്ചോളൂ. എന്നാലും എന്താകും? തോബി മുജിപ്പർ കോയി അസർ നഹി ഹോഗ. എന്നിൽ ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല, ഞാൻ വിചലിതമാവുകയില്ല. മേ കിസി കെ ആകർഷൺ മേ ന പടൂങ്കി. ഞാൻ ഒരു ആകർഷണത്തിലും അകപ്പെടുകയില്ല. മേം വിചലിത് ഹോനേവാലി നെഹിംഹും. മേം വിചലിത് ഹോനേവാലി, ഞാൻ ഇളകുന്നതല്ല. എൻ്റെ മനസ്സ് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. ഞാൻ സ്ഥിരമായി, ദൃഢമായി എൻ്റെ കാര്യത്തിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. എന്നെ ഒരാളും ആകർഷിച്ചാൽ, മധുമാസം വന്ന് ആകർഷിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ ആകർഷണ വലയത്തിൽ പെടുന്നത് അല്ല. അതുപോലെ തന്നെ ഇനി അടുത്ത വരി. രോഷിക്ക് ഭ്രൂഭംഗിമ പദജാറുകോ ചാഹേ സഹിലേ സഹിജോ. പദജാർ എന്ന് പറഞ്ഞാൽ പദജഡ്, ഇല കൊഴിയുന്ന മാസം, അതായത് ശിശിരകാലം. അപ്പം ശിശിരകാലം എങ്ങനെ? പദജഡ് മേം ബൗഹേം
ठेठा करके रोष या क्रोध പ്രകട് കരേം. പതച്ചടിൽ ശിശിരകാലത്തിൽ മരങ്ങളിൽ ഇലകളൊന്നും കാണുകയില്ല. അപ്പം അങ്ങനെ രോഷ് എന്ന് പറഞ്ഞാൽ ക്രോധ് വഹാം ഹോത്താ ഹെ, ക്രോധ് ഹോത്താ ഹെ, പ്രകൃതി ക്രുദ്ധ് ഹോത്തി ഹെ. ബ്രൂ ഭംഗിമ, ബ്രൂ എന്ന് പറഞ്ഞാൽ ബൗഹ്യം, പുരികങ്ങളൊക്കെ ഭംഗിയില്ലാതെയായി പോകുന്നു. അതായത് പുരികങ്ങൾ ചുളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോധം പ്രകടിപ്പിക്കുന്നു. പതച്ചടിമേ ബൗഹ്യം ടേഠാ കർക്കെ രോഷ് യാ ക്രോധ് പ്രകട് കരേം തോ ബി മേരാ നാശ് നഹീ ഹോഗ. ദേഷ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പോലും അതും എന്നിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുകയില്ല, എന്നെ നശിപ്പിക്കാൻ സാധിക്കുന്നത് അല്ല. चाहे आनंद हो चाहे क्रोध जो भी हो मैं अविचलित होकर सहती रहूँगी. ഞാൻ ആനന്ദമായാലും ക്രോധമായാലും ഏതൊരു പരിതസ്ഥിതിയിലും അവിചലിതമായി ഇളകാതെ ഞാൻ എല്ലാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കും, സഹിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത വരി നോക്കുക. ലേ മിലേഗ, ഒരു അചഞ്ചൽ, ഉരു എന്ന് പറഞ്ഞാൽ ഹൃദയം. ആ ചഞ്ചൽ രഹേക, ആ ചഞ്ചലമാകാതെ ഇളകാതെ, അതായത് ദൃഢ. മേരാ ഹൃദയ കഷ്ടോമേം സഭീ പരിസ്ഥിതിയോമേ ആ ചഞ്ചൽ യാ ദൃഢ രഹേക. എൻ്റെ ഹൃദയം എങ്ങനെയിരിക്കും? ഏതൊരു പരിതസ്ഥിതിയിലും, കഷ്ടമായാലും ബുദ്ധിമുട്ടുകയാലും എങ്ങനെയുള്ള ചുറ്റുപാടിലും അചഞ്ചലമായി ദൃഢമായിരിക്കും. मैं हमेशा अपने लक्ष्य की ओर आगे बढ़ते रहूँगी. ഞാൻ എപ്പോഴും എൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറിക്കൊണ്ടേയിരിക്കും. വേദനാജൽ, സ്വപ്ന ശതദൽ. मैं दूसरों के कष्ट दुख को देखकर मेरे हृदय में वेदना होगा. വേദനാ കാ ജൽ യാ ആസു ആംഖോം സേ ബഹേഗ. എൻ്റെ കണ്ണിൽ നിന്നും വേദനാജൽ എന്ന് ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന, ദുഃഖം കൊണ്ടുണ്ടാകുന്ന ജലം, അതായത് കണ്ണുനീരിൽ നിന്ന് വരുന്നതായ കണ്ണുനീർ. ആ കണ്ണുനീർ ഒലിച്ചു കഴിഞ്ഞാലും എന്നെ ഒരിക്കലും എൻ്റെ മാർഗത്തിൽ നിന്ന് വിചലിതമാക്കാൻ വേണ്ടി പറ്റുകയില്ല. അർത്ഥാത് മേരെ ഹൃദയമേം ദൂസരോം കെ പ്രതി കരുണ സഹാനുഭൂതി ആദി ജാഗ്രത ഹോകി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞാലും എന്നിൽ വേദനയുണ്ടാകുന്നു, എൻ്റെ ഹൃദയം വേദനിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നു. അപ്പോഴും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എനിക്ക് സഹാനുഭൂതി, കരുണ, ഇങ്ങനെയുള്ള ഭാവങ്ങളാണ് എൻ്റെ മനസ്സിൽ ഉണ്ടാവുക. സ്വപ്ന ശതദൽ എന്ന് പറഞ്ഞാൽ ശതദൽ കമലാണ്, 100 ഇതളുള്ള കമൽ, താമര. ശതദൽ കമൽ കെ സമാൻ മേരെ സ്വപ്ന സുന്ദർ और ആകർഷിത് ഹോങ്കെ. ശതദല കമലം പോലെ എൻ്റെ സ്വപ്നങ്ങളും അത്യധികം ആകർഷകമാണ്, സുന്ദരാണ്. വേ ഭവിഷ്യ നിർമ്മാൺ കെ സ്വപ്ന ഹോങ്കെ. എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ നിർമ്മിക്കുന്നതായ ഒരു സ്വപ്നമാണ് എൻ്റേത്. ജാൻ ലോ വഹ് മിലൻ ഏകാഗി. തും ജാൻ ലോ ഹമാരാ ജോ മിലൻ ഹേ വ ഏകാഗി ഹോഗ. ഏകാഗി എന്ന് പറഞ്ഞാൽ തനിച്ച്, ഒറ്റക്ക്. മേരാ മിലൻ ഏകാഗി ഹോഗ. മേം അവിചലിത് ഹോക്കർ ആകെ ബഡ്ത്തി രഹൂങ്കി. ഞാൻ എന്ത് ചെയ്യും? അവിചലിതമായിട്ട് മുന്നേറിക്കൊണ്ടേ ഇരിക്കും. മേ അപ്പിനെ ലക്ഷ്യ സേ അർത്ഥാത് അജ്ഞാത് പ്രിയതം സേ മിൽനെ കെ ലിയെ അപരിചിത് മാർഗ് അപ്പിനാന ചാഹത്തി ഹും. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി, അതായത് അജ്ഞാതമായ പ്രിയതമിൻ്റെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടി, ആ പ്രിയതമിനോട് ചേരുവാൻ വേണ്ടി അപരിചിതമായ മാർഗമാണ് സ്വീകരിക്കുന്നത്. ജബ് മേ വിരഹ് മേ ഹും തബ് ദുഃഖേലി. എപ്പോഴാണോ ഞാൻ വിരഹത്തിൽ പെടുന്നത് അപ്പോഴെങ്ങനെയിരിക്കും? വിരഹുമേ മേ ദുഃഖേലി ഹും. ദുഃഖേലി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അല്ലാതെ, അക്കേല എന്ന് പറഞ്ഞാൽ ഒറ്റക്ക്, തനിച്ച്. ദുഃഖേല എന്ന് പറഞ്ഞാൽ തനിച്ചല്ലാതെ 2 പേര് ആയിക്കൊണ്ട്, വെവ്വേറെ ആയിക്കൊണ്ട് ഇരിക്കും. ജബ് മേ വിരഹ് മേ ഹും തബ് ദുഃഖേലി അക്കേലി ന ഹും. ജിസ് ദിൻ मैं अपने लक्ष्य से मिल पाऊँगी उस दिन दोनों मिलकर एक हो जाएंगे.
ഏകാകാർ ഹോ ജായേങ്കെ. ഏത് ദിവസമാണോ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നു. ഏകാകാർ ഹോ ജായേങ്കെ, ഒന്നിച്ച് ചേരുകയും ചെയ്യുന്നു. ഇനി ഇവിടെ ഈ കവിതയുടെ പ്രത്യേകതയാണ് ലാസ്റ്റ് പറയുന്നത്. महादेवी वर्मा की इस रहस्यवादी कविता में विरह, दुख, करुणा, जिजीविषा, अज्ञात प्रियतम के प्रति प्रणयानुभूति, दृढ़चित्तता आदि अनेक भाव मुखरित होते हैं. महादेवी വർമ്മയുടെ ഈ രഹസ്യവാദി കവിതയിൽ വിരഹം, ദുഃഖം, കരുണ, ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹം, അജ്ഞാത പ്രിയതം കെ പ്രതി പ്രണയാനുഭൂതി, അറിയാത്ത ഒരു പ്രിയതമിനോട് പ്രണയ നിവേദനം നടത്തുകയാണ്, പ്രണയാനുഭൂതിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഒന്ന് ദൃഢചിത്തത, ഉറച്ച മനസ്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇത് മുഴുവനുമാണ് ഇങ്ങനെയുള്ള അനേക ഭാവ് മുഖരിത് ഹോത്തിയും, ഇങ്ങനെയുള്ള പല ഭാവങ്ങളുമാണ്, അനേകം ഭാവങ്ങളാണ് ഇതിൽ മുഖരിതമാകുന്നത്, മുഴങ്ങി കേൾക്കുന്നത്. ഈ കവിതയിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്നത്. കവിത്രി ഇന്ദ്രിയാതീത് അനുഭൂതിക്കോ പ്രാപ്ത് കർണ ചാഹത്തി ഹെ. കവിത്രി ഇന്ദ്രിയാതീത് എന്ന് പറയുക ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ഒരു അനുഭൂതി, ഒരു അനുഭവം നേടുവാനാണ് ആഗ്രഹിക്കുന്നത്. ആത്മാന്വേഷൺ കെ ജരിയെ ആത്മദർശൻ ഉൻകെ ജീവൻ കാ ലക്ഷ്യ ഹെ. ആത്മാന്വേഷണം നടത്തിക്കൊണ്ട് ഒരു ആത്മദർശനം നടത്തുവാണ് എന്നതാണ് കവിത്രിയുടെ ധ്യേയ. ധ്യേയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം.